ഹൈറ്റിനെ കുറിച്ച് നിനക്കറിയാം. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് നീ അത് അവിടെ കൊണ്ടുവയ്ക്കാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് ഇതെല്ലാം വേറെ ആരുടെയോ പ്ലാനാണെന്ന്. അല്ലാതെ ഇത്രയും വലിയ ഐഡിയ ഒന്നും നിന്റെ തലയിൽ എന്തായാലും വരില്ല. നിനക്ക് ഇത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേ? എന്തായാലും നീ എന്നെ പ്രേമിച്ചതല്ലേ, പ്രേമിച്ച സ്ഥിതിക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ പിന്നെ ഈ ഹൈറ്റ് നീയും അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് കൊള്ളാലോ. എന്റെ ഗോൾ എന്റെ പോസ്റ്റിലേക്ക് അടിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇനി എടുക്കാൻ പറ്റും. എങ്ങോട്ടെങ്കിലും കാലെടുത്ത് വെക്കുമ്പോ കുഴി ഉണ്ടോന്ന് നോക്കുന്നത് നല്ലതാ. ഇല്ലെങ്കിലേ മേഡത്തിന്റെ അവസ്ഥയായി പോകും. ഞാൻ ഒരാളെ മനസ്സിൽ ശത്രുവായി കണ്ടാലേ അയാളെ ഞാൻ കൊല്ലാക്കൊല ചെയ്ത് ക്രൂരനായി മാറും. സമയത്തിന് കല്യാണം കഴിച്ചില്ലെങ്കിലുള്ള പ്രശ്നം കണ്ടില്ലേ? അവളെ പോലെ സൈക്കോ ആയിട്ട് മാറും. അയ്യോ സിദ്ധാർത്ഥ് സാർ, ഞാൻ ഇവളെ പോലെ സൈക്കോ ഒന്നും ആവില്ല. എനിക്ക് എന്റെ മീനുവിനെ കിട്ടിയാൽ മതി. അതിന് നിന്നെയൊക്കെ ആര് കല്യാണം കഴിക്കണം? നെക്സ്റ്റ് ഇവർക്ക് പണി കൊടുക്കുമ്പോ നമുക്കൊരു കുരങ്ങന്റെ മാസ്ക് വെച്ചാലോ? മാസ്ക് വെച്ചില്ലെങ്കിൽ നീ കുരങ്ങൻ തന്നെ അല്ലടാ. കുരങ്ങൻ തന്നെ. ഡിസ്കോ 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 കുരങ്ങൻ തന്നെ ഡിസ്കോ 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 കുരങ്ങൻ തന്നെ ഡിസ്കോ 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 കുരങ്ങൻ തന്നെ ഡിസ്കോ ഡിസ്കോ. ഇപ്പൊ എനിക്ക് ഉറപ്പായി ഇതെല്ലാം നിന്റെ മാത്രം ഐഡിയ ആണ്. അതെന്താ? എന്നെ എടുക്കാനൊരു ചാൻസിന് വേണ്ടി നീ തന്നെ ഇതൊക്കെ ചെയ്തത്. അതിനിപ്പോ എന്താ? എന്റെ പെണ്ണിനെ ഞാൻ എടുക്കുന്നതിൽ എന്താ ഇപ്പൊ പ്രശ്നം? ഇൻഫാക്ട് നീ എന്റെ പെണ്ണാവുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ എടുത്തു പൊക്കിയിട്ടില്ലേ? കണ്ട തന്നെ കീരിയും പാമ്പായിരുന്നപ്പോ നിനക്ക് ഓർമ്മയില്ലേ? അന്നും എന്നെ ഇഷ്ടമായിരുന്നെന്ന് എനിക്കറിയാം. ഇപ്പൊ പിന്നെ എന്തും പറയാന്നുള്ള കോൺഫിഡൻസ് അല്ലേ പെർമനന്റ് ആയതിന്റെ അഹങ്കാരം. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഇതിൽ എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതാ. ഇനി ഇതുപോലെ 6 പീസ് കണ്ടുപിടിക്കണ്ടേ? സർപ്രൈസ് വേണമെങ്കിലേ കുറച്ച് സ്ട്രഗിൾ ഒക്കെ ചെയ്യേണ്ടി വരും. സ്നേഹത്തിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നീ ഇത്രയൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല, ഞാൻ നോക്കിക്കോളാം. ഗോ ഹെഡ്. Help me! ഹെൽപ്പ് ചോദിക്കുന്നവള് ഹെൽപ്പ്. കാണിച്ചു കൂട്ടിയാലേ അവൾക്ക് അങ്ങനെ തന്നെ. Someone please help me. ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്റെ ദൈവമേ, what the hell? ആരെ
ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഡിസ്ഗസ്റ്റിംഗ് മാൻ. സൂപ്പർ. അപ്പോ ഞാനിവിടെ വരുമെന്ന് അവർക്ക് നേരത്തെ മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് പണി തരാൻ വേണ്ടി അവര് രണ്ടുപേരും കൂടി എനിക്ക് ട്രാപ്പ് വെച്ചതാണ്. ആരാണെങ്കിലും ശരി, എനിക്കിട്ട് പണി തരാൻ വേണ്ടി ശ്രമിച്ചല്ലേ, ആരെയും ഞാൻ വെറുതെ വിടില്ല. ഓ ഇപ്പൊ എനിക്ക് ഉറപ്പായി സിദ്ധാർത്ഥ് സാർ, ഇവളൊരു കില്ലാടി തന്നെയാ. ഏട്ടനും അനിയത്തിയും ഒരുപോലെ തന്നെ ആയിപ്പോയി. അവരങ്ങനെ തന്നെ ആയിരിക്കുന്നതാ അവർക്ക് രണ്ടുപേർക്കും നല്ലത്. അവർക്ക് മാത്രമേ അവരെ മനസ്സിലാവുകയുള്ളൂ. ദൈവം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. ആർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് ദൈവത്തിന് നന്നായി അറിയാം. സംഭവം യുഗേ യുഗേ. എൻജോയ് 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 എൻജോയ്. അടുത്ത പണിയിൽ ഇവള് ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് ഷിഫ്റ്റ് ആവണം. ക്ലൂവിലുള്ളത് 8 പീസ് ഉണ്ടെന്നാ. കിട്ടിയതെല്ലാം ഞാൻ ജോയിൻ ചെയ്ത് വെച്ചു. പക്ഷേ ഇതിൽ ഒരു പീസ് മാത്രം വിട്ടുപോയല്ലോ. അത് നടുവിലെ പീസ്. അതാണെങ്കിൽ എവിടെയാണെന്ന് എനിക്ക് അറിയത്തുമില്ല. അത് ഒരെണ്ണം എവിടെ പോയി? ചിരിച്ച് കളിയാക്കുന്നതാണോ? എന്താ നീ അങ്ങനെ ചോദിച്ചത്? പിന്നല്ലാതെ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നാ എനിക്ക് എന്ത് മനസ്സിലാവാനാ? അടുത്ത പീസ് കണ്ടുപിടിക്കണ്ടേ? അതിനി എവിടെയാണെന്ന് പറ. അതിന്റെ ഹാർട്ടില. അപ്പോ ഞാൻ ഇവിടെ വെച്ച് നിന്നെ കൊന്നു കളഞ്ഞ് നിന്റെ ബോഡിയൊക്കെ കട്ട് ചെയ്ത് ഹാർട്ട് എടുത്ത് ഞാനത് എടുക്കണം. എന്റെ ഗുരുവായൂരപ്പ,
അത്രയും വലിയ കാര്യമൊന്നും നീ ഇപ്പൊ ചെയ്യണ്ട, ഞാൻ എടുത്തു തരാം. നിന്റെ കൂടെയുള്ള ജീവിതം ഇത്രയും സുന്ദരമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ ഒരു പീസില്ലാതെ ഈ ഫോട്ടോ കംപ്ലീറ്റ് ആവില്ലല്ലോ. അതുപോലെ നീ ഇല്ലാതെ എന്റെ ലൈഫും കംപ്ലീറ്റ് ആവില്ല അമൂല്യ. അമൂല്യയുടെ കൂടെ വേദാന്തും, വേദാന്തിന്റെ കൂടെ അമൂല്യയും എപ്പോഴും ഉണ്ടാവണം. അപ്പോഴേ നമ്മുടെ ലൈഫിലെ സന്തോഷവും മീനിങ്ങും ഉണ്ടാവും. രാമനെ സീതയെ തമ്മിൽ അകറ്റാൻ വന്നിട്ട് ആഞ്ജനേയന്റെ കയ്യിൽ നിന്ന് പണി കിട്ടിയത് കണ്ടോ? ഒരു തവണ പണി കിട്ടുമ്പോഴെങ്കിലും ബോധം വരണ്ടേ? വീണ്ടും വീണ്ടും ഞാൻ വലിയൊരു സംഭവമാന്ന് പറഞ്ഞു വന്നാലേ ഇതുപോലെ ആയിരിക്കും അവരുടെ അവസ്ഥ. ചുമ്മാതല്ല ഇതിന് വിവരമില്ലാന്ന് പറഞ്ഞത്. മാത്രമല്ല ബോധമില്ലല്ലോ. അനുഭവിക്കട്ടെ. ഡിസ്കോ ഡിസ്കോ ഡിസ്കോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതുപോലൊരു സർപ്രൈസ് തന്നതിന് ഒരുപാട് 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 താങ്ക്സ്. നിനക്ക് വേണ്ടി വെച്ച സർപ്രൈസ് മുഴുവൻ കാണാതെ ഇപ്പോഴേ താങ്ക്സ് പറഞ്ഞോ? അപ്പോ ഇനി വേറെ ബാക്കിയുണ്ടെന്നാണോ? ഓഫ് കോഴ്സ്. ഫോളോ മീ.